ജൂൺ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി എത്തിച്ചേരുകയാണ്. സംസ്ഥാനത്ത് ഇനി കുടിശ്ശികയുള്ളത് 2 ഗഡു ക്ഷേമ പെൻഷൻ മാത്രമാണ്. അതുമാത്രമല്ല, എല്ലാ മാസങ്ങളിലും ഇപ്പോൾ മുടങ്ങാതെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടുകൂടി പെൻഷൻ മുൻകൂറായി നൽകുന്നതിനുള്ള ചില നീക്കങ്ങളാണ് നടക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി ലഭ്യമായാൽ ഈ മാസം 19-ാം തീയതിക്ക് മുമ്പ് തന്നെ പെൻഷൻ വിതരണം നടക്കുകയും ചെയ്യും. അത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിതരണം ഉണ്ടായാൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതൊരു ആശ്വാസം തന്നെയാണ്. ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവും കൃത്യമായ വിതരണവും തന്നെയാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത്. ഇനി ഗുണഭോക്താക്കൾക്ക് 2 ഗഡു മാത്രമാണ് കുടിശ്ശികയുള്ളത്. അത് തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കും. കൂടാതെ 2ാം പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ അന്നുണ്ടായിരുന്ന 1600 രൂപ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 2500 രൂപയാക്കി മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. നിലവിൽ കാലാവധി കഴിയുവാൻ കേവലം മാസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. 4 വർഷം കഴിഞ്ഞെങ്കിലും പെൻഷൻ തുകയിൽ വർധനവൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ വരുന്ന മാസങ്ങളിൽ 2 പൊതു തെരഞ്ഞെടുപ്പുകളാണ് സർക്കാരിന് നേരിടേണ്ടി വരുന്നത്. ആദ്യത്തേത് ഏതാനും മാസങ്ങൾക്കകമുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം വൈകാതെ തന്നെ ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുകയും പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധനവ് പ്രഖ്യാപനം അടുത്തുതന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മസ്റ്ററിങ്ങിന് ശേഷമായിരിക്കും പെൻഷൻ വർധനവ് ഉണ്ടാവുക എന്നതാണ് സൂചന. ഈ മാസം 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള മാസങ്ങളിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിങ് ചെയ്യേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിങ് ചെയ്യാൻ 30 രൂപയാണ് ഫീസായി ഈടാക്കുന്നത്. സർക്കാർ അനുവദിച്ച സമയത്തിനുള്ളിൽ തന്നെ മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷൻ പകരമായി പ്രഖ്യാപിച്ച ഉറപ്പായ പെൻഷൻ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കം തുടങ്ങി. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് സമാനമായ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷനും പുതിയ പെൻഷൻ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പിലാക്കുന്നതിനുള്ള വിധത്തിൽ മുന്നോട്ടു പോകുവാൻ ധനവകുപ്പ് CPM രാഷ്ട്രീയത്തിന് അനുമതി നൽകി. മന്ത്രിതലത്തിലുള്ള കൂടിയാലോചനകളും തുടങ്ങി. ശുപാർശക്കായി ഉദ്യോഗസ്ഥ സമിതിയെ നിയോഗിച്ചു. ഏപ്രിൽ മാസത്തിലാണ് കേന്ദ്രത്തിലെ UPS പ്രാബല്യത്തിൽ വന്നത്. ഇതിനു പുറമെ മറ്റു സംസ്ഥാനങ്ങളിലും UPSലേക്ക് മാറുന്നു. ഇവിടങ്ങളിൽ നിർവഹണം പഠിച്ച ശേഷമായിരിക്കും കേരളത്തിലെ പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലെ താരതമ്യേന പഠനം നടത്തി റിപ്പോർട്ട് നൽകുവാൻ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ഉൾപ്പെട്ട സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടു. 2023 ബജറ്റിൽ ഉറപ്പായ പെൻഷൻ പ്രഖ്യാപിച്ചെങ്കിലും നടപ്പിലാക്കാൻ ഇതുവരെ കാര്യമായ ശ്രമം ഉണ്ടായിരുന്നില്ല. ജീവനക്കാർക്ക് വിരമിച്ച ശേഷം സാമ്പത്തിക സ്ഥിതിയോടെ ജീവിക്കാൻ പാകത്തിനുള്ള പെൻഷൻ പാക്കേജ് ആവിഷ്കരിക്കാനാണ് ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ നിർദ്ദേശം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ